തലശ്ശേരി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥികൾ ഒരേ വേദിയിൽ. തലശ്ശേരി പ്രസ് ഫോറം സംഘടിപ്പിച്ച മുഖാമുഖത്തിലാണ് LDF സ്ഥാനാർത്ഥി കാരായി രാജൻ, UDF സ്ഥാനാർത്ഥി KP സാജു, NDA സ്ഥാനാർത്ഥി O നിധീഷ് എന്നിവർ പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പ് പ്രചരണ തിരക്കുകൾക്കിടയിലാണ് തലശ്ശേരി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥികൾ പ്രസ് ഫോറം സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ പങ്കെടുത്തത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കെല്ലാം സ്ഥാനാർത്ഥികൾ മറുപടി നൽകി. തലശ്ശേരി നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കുമെന്ന് LDF സ്ഥാനാർത്ഥി കാരായി രാജൻ പറഞ്ഞു. കണ്ണിച്ചിറത്തോടും തീരദേശ ഓവുചാലുകളും സുരക്ഷിതമാക്കും. മലബാർ ക്യാൻസർ സെന്റർ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കും. ബസ് സ്റ്റാൻഡ് നവീകരണവും പൂർത്തിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണിച്ചിറത്തോട് പലയിടത്തും ഒഴുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട്. അത് കെട്ടി സംരക്ഷിക്കുക, ഒഴുക്ക് സുഗമമാക്കുക, അത് നഗരവുമായി ബന്ധപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പിന്നെ തീരദേശത്ത് നിലനിൽക്കുന്ന ഓവുചാലുകളുടെ പ്രശ്നങ്ങൾ. അപ്പോൾ കടൽ തീരത്തിന് ഒരു ചെല്ലാനം മോഡൽ, അത് വലിയ പ്രൊജക്റ്റായിരിക്കും. കോടികളുടെ ബാധ്യത വരുന്നൊരു സംഭവമായിരിക്കും. പിന്നെ മലബാർ ക്യാൻസർ സെന്റർ, അതിന്ന് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഒരു ക്യാൻസർ ചികിത്സാ കേന്ദ്രമായി, മാത്രമല്ല ഒരു റിസർച്ച് സെൻ്ററായിട്ട് അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരാഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാൻസർ ചികിത്സാ കേന്ദ്രമാക്കി മാറ്റുക, അത് നമ്മുടെ മാനിഫെസ്റ്റോയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തലശ്ശേരിക്കൊരു മെഡിക്കൽ ഹബ്ബ്, പൊതുമേഖലയിൽ ഒരു മെഡിക്കൽ ഹബ്ബ് കണ്ടിക്കൽ മേഖലയിലുണ്ട്. അപ്പോൾ അവിടെ നഗരത്തിൻ്റെ വികസനം അങ്ങോട്ടേക്ക് കൂടി വ്യാപിക്കും. തലശ്ശേരിയുടെ പ്രതാപം വീണ്ടെടുക്കുമെന്ന് UDF സ്ഥാനാർത്ഥി KP സാജു പറഞ്ഞു. തലശ്ശേരിയിൽ പുതിയൊരു കലാലയം നിർമ്മിക്കും. പബ്ലിക് ടോയ്ലറ്റുകളും സ്ഥാപിക്കും. തലശ്ശേരിയിൽ വികസനവും സമാധാനവും കൊണ്ടുവരുമെന്നും സാജു. തലശ്ശേരി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പൈതൃക നഗരം എന്നാണ് അറിയപ്പെടുന്നത്. ആ പൈതൃക നഗരം അത് ചന്തുമേനോന്റെ നാട്, സഞ്ജയന്റെ നാട്, ഊരാച്ചേരി ഗുരുക്കന്മാരുടെ, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, ജസ്റ്റിസ് ഖാലിദ് ഉണ്ടർട്ടിൻ്റെത്, ബ്രണ്ണൻ സാഹിബ്, എത്രയോ ആളുകൾ പൈതൃകമായി നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ പൈതൃകങ്ങളൊന്നും നിലനിർത്തുന്നത് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ്. നമുക്ക് വേണ്ടത് തലശ്ശേരിയുടെ പ്രാധാന്യം നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോളേജ് ഇല്ലാത്ത ഒരു പട്ടണം, ഒരു കലാലയം, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമില്ലാത്ത ഒരു പട്ടണം ഏതാണ്? എൻ്റെ നിങ്ങളുടെ തലശ്ശേരിയാണ്. ഒരു കലാലയം. നമ്മുടെ നാട്ടിലെ കുട്ടികൾ എവിടെയാണ് പഠിക്കാൻ പോകുന്നത്? നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് പുറത്തേക്കാണ്. ഒരു കുട്ടിക്ക് പോലും ഉന്നത വിദ്യാഭ്യാസം പഠിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യവും തലശ്ശേരിയിൽ ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾ തലശ്ശേരിയിലും യാഥാർത്ഥ്യമാക്കുമെന്ന് NDA സ്ഥാനാർത്ഥി O നിധീഷ് പറഞ്ഞു. ഡബിൾ എഞ്ചിൻ സർക്കാർ വരികയാണെങ്കിൽ ടൗൺഷിപ്പും തലശ്ശേരി കണ്ണൂർ കോറിഡോർ IT പാർക്കും സ്ഥാപിക്കും. തലശ്ശേരിയിലെ ട്രാഫിക് ബ്ലോക്കിനും പാർക്കിങ്ങിനും പരിഹാരം കാണുമെന്നും O നിധീഷ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കാരണം പലരും കോട്ട കെട്ടാൻ ശ്രമിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ നാടിൻ്റെ വികസനമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, BJP മുന്നോട്ട് വയ്ക്കുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. വികസനമാണ് രാഷ്ട്രീയം. ആ വികസനത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. ഈ രാഷ്ട്രീയം കൊണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി കൊണ്ട് നമുക്ക് നാട്ടിൽ വികസനം ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാൻ. നമുക്ക് മാസ്ക് ഇല്ലാതെ അവിടെ മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. സ്വന്തമായി ഒരു മാലിന്യ പ്ലാന്റ് ഇല്ലാത്ത ഒരു നഗരം നമുക്ക് ഈ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. ആധുനികമായിട്ടുള്ള അറവുശാലയില്ല. മത്സ്യ മാർക്കറ്റ്, ഈ എന്താണ് പറയുന്നത്, നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. മാസ്ക് ഇല്ലാതെ മത്സ്യ മാർക്കറ്റിൽ മത്സ്യം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാൻ സാധ്യമല്ല. അങ്ങനെ അടിസ്ഥാന മേഖലയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ മോഡറേറ്ററായി. സെക്രട്ടറി N സിറാജുദ്ദീൻ, ട്രഷറർ പാലിയാട്ട് AV തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.